ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഇടവക്കൂറുകാർക്കുള്ള ഫലമാണ്. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്ക് ചാരവസാൽ തന്നെ രണ്ടാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും നിൽക്കുന്നുണ്ട്. മൂന്നാം ഭാവത്തിൽ അനുകൂല സ്ഥലത്തിൽ തന്നെ സൂര്യനും അതുപോലെ ബുധന് നിൽക്കുന്നുണ്ട്. ബുധൻ അനുകൂലമല്ലെങ്കിലും ഏകദേശം 10-ാം തീയതി ആകുമ്പോഴേക്കും ബുധൻ അനുകൂലമാവും. നാലാം ഇടത്തിൽ കേതു, 5-ൽ ചൊവ്വ അനുകൂലമല്ല, 10-ൽ രാഹു അനുകൂലമല്ലെങ്കിലും ദോഷം ചെയ്യില്ല, 11-ൽ ശനിയാണ്. 10-ൽ രാഹു ആണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്നുള്ള പറയുന്നത്. രാഹുവിനെ വ്യാഴം വീക്ഷിക്കുന്ന കാരണം ആ ദോഷം അങ്ങനെ കണക്കാക്കേണ്ടത് കാര്യമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് പൊതുവെ ചിന്തിക്കുകയാണെങ്കിൽ ചാരവസാൽ 11-ാം ഭാവത്തിലുള്ള ശനിയുടെ അഭാവവും 2-ലുള്ള വ്യാഴത്തിന്റെ സ്വഭാവവും വെച്ച് നോക്കുകയാണെങ്കിൽ ധനസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്തിൽ ശനിയും അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് ഉള്ളത്. എന്ത് ചെയ്താലും അതിനെ പറ്റിയുള്ള ലാഭത്തെ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് കാണുന്നത്. അപ്പോൾ ലാഭം കൊയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ധനം കിട്ടണം. അപ്പോൾ ആ ധനം കിട്ടുവാനുള്ള സാഹചര്യം വ്യാഴം ഇരുത്തി കൊടുക്കും എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കല തീർച്ചയായിട്ടും ഉണ്ടാവും. കൂടെ ശുക്രനും ഉണ്ട്, എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല എന്നെ പറയാം. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ മൗഢ്യമെല്ലാം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. മൗഢ്യം കഴിഞ്ഞ് ഇപ്പോൾ ആള് നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് വ്യാഴം. അപ്പോൾ ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ട് തന്നെ നിൽക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന അതിനേക്കാളും കുറച്ചുകൂടി സാമ്പത്തിക നില മെച്ചപ്പെടും. ധനവരുമാനം കൂടും. വരുമാന മാർഗത്തിനും പലവിധ മാർഗങ്ങളും തേടേണ്ടി വരും. തേടാനുള്ള സാഹചര്യങ്ങൾ അനുകൂലപരമായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ മേഖല പുരോഗതിയുടെ പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയും പുരോഗമന പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയും അതിന്റെ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ സ്പീഡ് വർദ്ധിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ തൊഴിലിൽ വളരെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് നല്ലപോലെ കൂടാനുള്ള സാധ്യത, അതുപോലെ തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത. ഇനി ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ സ്ഥാനമാന കയറ്റങ്ങൾ, അതുപോലെ ശമ്പള വർധനവ്, ശമ്പളത്തിന് മാസവരുമാനത്തിന് കഴിയുന്നവർക്ക് ശമ്പള വർധനവ് ഉണ്ടാവും. വർധനവില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിയാൽ കിട്ടും എന്നുള്ള സമയം കൂടിയാണ് പറയുന്നത്. അതുപോലെ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഉണ്ടാവും. ഈ ഇടവക്കൂറുകാർക്ക് തന്നെ ഇപ്പോൾ അവരുടെ വാക്കുകൾ മഹാബലമായിട്ടാണ് കാണുന്നത്. അവർ പറയുന്ന ഓരോ വാക്കുകളും മഹാപ്രധാനപരമായിട്ട് അംഗീകരിക്കും ജനങ്ങൾ. അല്ലെങ്കിൽ അധ്യാപകന്മാർക്കാണെങ്കിൽ വളരെ ഗുണമാണ്. അതുപോലെ തന്നെ വക്കീലന്മാർക്കും, വാക്കുകൊണ്ട് ഉപജീവനം മാർക്കുന്നവർക്കും, വാക്കുകൊണ്ട് പ്രഭാഷണം ചെയ്യുന്നവർക്കും, പ്രാസംഗികർക്കും, രാഷ്ട്രീയക്കാർക്കും വളരെ വളരെ മേന്മ കൂടുന്ന അവരോരോ പറയുന്ന വാക്കുകളും ബലവത്തായി വരും എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സ്ഫുടതയുണ്ടാവും വാക്കിന് എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭാഷണത്തിലൂടെ മനസ്സിനെയും ജനങ്ങളെയും കീഴടക്കാൻ പറ്റും എന്നതിൽ പറയാനില്ല. അതിൽ രാഷ്ട്രീയക്കാർ കുറെ കൂടുതലുണ്ട്. രാഷ്ട്രീയക്കാരുടെ നിലമാവുന്നിടത്ത് പറയുകയാണെങ്കിൽ സ്ഥാനമാന പദവികൾ അവരെ തേടിയെത്തും. അവരായി പോകേണ്ട ആവശ്യമില്ല, തേടിയെത്തും എന്നുള്ള പറയുന്നത്. രാഷ്ട്രീയത്തിൽ അത് ചെറുകിട സ്ഥാനം കൊണ്ട് വലിയകിട സ്ഥാനം പഠിക്കുമ്പോഴുള്ളവർക്കും, അതായത് ചെറുകിട സ്ഥാനം വെച്ച് പറഞ്ഞാൽ ലോക്കൽ സെക്രട്ടറി മുതൽ അല്ലെങ്കിൽ വാർഡ് മെമ്പർ തൊട്ടിട്ട് പ്രൈം മിനിസ്റ്റർ വരെക്കുള്ള കാര്യമാണ് പറഞ്ഞത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് അവർക്കെല്ലാം ഗുണകരമായിട്ടാണ് ഈ രാശിയിൽ പെട്ടിരിക്കുന്നവർക്ക്, അതായത് ഇടവരാശിയിൽ പെട്ടിരിക്കുന്നവർക്ക്. അങ്ങനെയുള്ള എല്ലാവിധ ഗുണങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സഹായ സ്ഥാനങ്ങൾ സഹായങ്ങൾ ഇഷ്ടം പോലെ വരുവാനുള്ള സാധ്യതയുണ്ട്. കൂടെ നിൽക്കുവാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. സഹായം നൽകുവാനും ഹെൽപ്പ് ചെയ്യുവാനും സഹായഹസ്തങ്ങൾ വാഗ്ദാനം ചെയ്യുവാനും കൂട്ട് ബിസിനസ് ചെയ്യാനും കൂട്ടുകാരുടെ ഒരു സഹകരണം തന്നെ നല്ല പോലെ ഉണ്ടാവും. സഹോദര ബന്ധം ദൃഢപ്പെടുത്തും. ആരോഗ്യം നല്ല സ്ഫുടതയായിരിക്കും. നിവിടുന്നില്ലാത്ത ധൈര്യം കൈവരിക്കും. എന്തും ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവും. എന്ത് വന്നാലും നോക്കാം എന്നുള്ളതും അതുപോലെ തന്നെ എന്തിനും തയ്യാറെടുത്ത് ഇറങ്ങിത്തിരിക്കും എന്നുള്ളത് പറയുന്നത്. പണത്തെ പറ്റി ചിന്തിക്കുകയില്ല. പണം വാരിക്കോരി ചെലവഴിച്ച് അതിന്റെ 10 മടങ്ങ് സമ്പാദിക്കാനുള്ള വ്യഗ്രത മനസ്സിലുണ്ടാവും എന്നാണ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം
ഇടവക്കൂറിൽപ്പെട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന കാർത്തിക, രോഹിണി, മകീരത്തിന്റെ ആദ്യ പകുതിയിലുള്ള ഇടവക്കൂറുകാർക്കാണ്. ഇടവക്കൂറുകാർക്ക് നക്ഷത്രവശാൽ ചില ആളുകൾക്ക് ജാതകവശാൽ ചില ദോഷങ്ങളോ അല്ലെങ്കിൽ അപകാരവശാൽ ദോഷങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ വീക്കെൻഡ്സ് കുറച്ച് അനുഭവപ്പെടാനുണ്ട്. അത് ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. അഥവാ ജാതകത്തിൽ നല്ല സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പറയുന്നതിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല, അടിപൊളിയായിട്ടുള്ള സമയം തന്നെ എന്ന് പറയാം, പച്ചയായിട്ട് പറയുകയാണെങ്കിൽ. അതുപോലെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നെങ്കിൽ ജാതക പരിശോധന നിർബന്ധമാണ്, വെറുതെ പാഴാക്കി കളയരുത് സമയം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഡംബരപരമായിട്ടുള്ള ഭവനത്തിന് തുടക്കം കുറിക്കുക, അല്ലെങ്കിൽ ആഡംബര ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുക, അതിന് ആധുനിക സംവിധാനപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ശേഖരിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക. ഒരു ഭവനത്തിന് വേണ്ട എല്ലാവിധ ആഡംബരവും അത് വെച്ച് ഇപ്പോൾ ചുരുങ്ങിയത് പറയുന്നത് 750 സ്ക്വയർ ഫീറ്റിൽ വീട് കെട്ടേണ്ട ആളാണെങ്കിൽ അത് 1000 സ്ക്വയർ ഫീറ്റ് ആവുകയും ചെയ്യും. അതുപോലെ 5000 സ്ക്വയർ ഫീറ്റിൽ വീട് കെട്ടുന്നവരാണെങ്കിൽ ആധുനിക സംബന്ധമായിട്ടുള്ള അതിനെല്ലാം ഇവരെ കൊണ്ട് സാധിക്കും, അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും എന്നാണ് പറയുന്നത്. അതുപോലെ സാമ്പത്തിക നിലയും അവരോട് ചെയ്യുന്ന തൊഴിലിനെ പോലെ ഇരിക്കും എന്നുള്ള പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ വെച്ച് പറഞ്ഞാൽ അവരുടെ പേരിൽ എത്ര വേണമെങ്കിലും പണം കെട്ടിവയ്ക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ പണം ഇടാം എന്ന് പറഞ്ഞ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും നിഷേധിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഉള്ള കച്ചവടം മതി, നമുക്ക് ഇതുപോലെ പോയാൽ മതി എന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയം അത്രയ്ക്ക് ഒരു ക്ലിയർ അല്ല എന്നുള്ളത് പറയുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയം വളരെ ദോഷമായിരിക്കും എന്ന് പറയും. കാരണം വരാൻ പോകുന്ന സമയം ദോഷമാണെങ്കിൽ ഇപ്പോൾ സമ്പാദിക്കുന്നതെല്ലാം നിയന്ത്രണത്തിലൂടെ പോകുന്ന സമയം, വരാൻ പോകുന്ന സമയം അനുകൂലമാണെങ്കിൽ ഇപ്പോൾ സമ്പാദിക്കുന്ന വെച്ചത് അതിൽ നിന്നും വീണ്ടും സമ്പാദിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. സമ്പാദ്യം മാത്രമല്ല ആരോഗ്യം വേണം. അപ്പോൾ ആരോഗ്യം നന്നായിരിക്കും. ദേഹ സംബന്ധമായിട്ടുള്ള അരിഷ്ടതി മറ്റുള്ളതൊന്നും കാര്യമായിട്ടില്ല. അതേമാതിരി സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ രോഗത്തിന് സാധ്യത കിട്ടും. അത് തന്നെ ചില ദിവസങ്ങളിൽ മരുന്ന് കഴിക്കാതിരുന്നാലും അവർക്ക് വലിയ കുഴപ്പമൊന്നും കാണില്ല എന്നാണ് പറയുന്നത്. അനാരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ് കാണുന്നത്. അതുപോലെ ആഡംബര വാഹനങ്ങൾ വിൽക്കുവാനും വാങ്ങിക്കുവാനും, പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുവാനും, പുതിയ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കുവാനും, എക്സിക്യൂട്ടീവ് വാഹനങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ആകർഷമായിട്ടുള്ള വാഹനം വാങ്ങിക്കുവാനുള്ള സമയമാണ്, അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ നല്ലൊരു സ്വർണ്ണാഭരണം വാങ്ങിക്കൂട്ടുവാനുള്ള വികൃതി ഉണ്ടാവും. അതുപോലെ ധനധാന്യപ്പെരുക്കങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാതാവിന് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റും, മാതാവിന് ശുശ്രൂഷിക്കാൻ പറ്റും. മേഘം നല്ലപോലെ കിട്ടുന്ന ഒരു സമയമാണ്. സുഖലോലുപലായിട്ട് കഴിയുന്ന സമയമാണ് പറയുന്നത്. വസ്ത്രം, വാഹനം, ആഭരണം, ആഡംബര വസ്തുക്കൾ എന്നിവയെല്ലാം ആകുമ്പോൾ നല്ലൊരു സമ്പൂർണ്ണ സന്തുഷ്ടപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിൽ ചിലവർ കടബാധിതയിൽപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കടബാധികളെല്ലാം ഈ സമയത്ത് വളരെ തുടച്ച് നീക്കി എടുക്കുവാനുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരണം. അതിന് ഇപ്പോൾ ശ്രമിച്ചാൽ പറ്റും എന്നുള്ള യാതൊരു സംശയമില്ല. കടങ്ങൾ തുടച്ച് നീക്കി വൃത്തിയാക്കി കടങ്ങൾ ഇനി വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഭാവി കാലം വളരെ സുഖകരമായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ബുദ്ധി നന്നായി പ്രവർത്തിക്കും എന്ന് തന്നെ പറയാം. ബുദ്ധി സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. ആ ബുദ്ധി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഫുൾ ഫലവത്തായിട്ട് വരുന്ന സംഭവങ്ങളായിരിക്കും. അതായത് നമ്മൾ എന്താണാവോ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കും, അതിൽ യാതൊരു സംശയമില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവിനെ പറ്റി മറ്റുള്ളവർ നല്ലപോലെ പ്രശംസിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗവേഷണ മേഖലയിലും അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിലും ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ മരുന്നുകൾ മെഡിസിൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് അത് ഏതിലാണോ അവർ കൈവശം വരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം പഠനം പൂർത്തിയാണെന്ന് വെച്ച് പറഞ്ഞാൽ MBBS കോഴ്സ് കഴിഞ്ഞ് അതിൻ്റെ സൈഡ് ഇതായിട്ടുള്ള മറ്റുള്ള ഇതുകൾ കഴിഞ്ഞ് സ്പെഷ്യലിസ്റ്റ് MD ആണെങ്കിൽ MD, ഫിസിഷ്യൻ, യൂറോളജിസ്റ്റോ, നെഫ്രോളജിസ്റ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് കരസ്ഥമാക്കി അവർ തൊഴിലിൽ പ്രവേശിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു സ്ഥാന പദവി അവർക്ക് കിട്ടുവാനുള്ള സാധ്യത. കാരണം വെച്ചാൽ സമയം അങ്ങനത്തെയാണ്. അത് കാരണം അവർ കയറുന്ന സമയം തന്നെ അവർ സക്സസ്ഫുള്ളായിട്ട് പ്രശസ്തിയാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ ശമ്പള വർധനവും ഉണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് മാത്രമല്ല അലോപ്പതി സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാവിധ വർക്കുകൾ ചെയ്യുന്നവർക്കും ഗുണകരമാണ്. ഇനി പറയുന്നത് എയർപോർട്ട് സംബന്ധമായിട്ടുള്ള, പൈലറ്റ് സംബന്ധമായിട്ട്, വിമാന സംബന്ധമായിട്ടുള്ള
2 വീലർ തൊട്ട് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും മേൽക്കോയ്മകൾ ഉണ്ടാവും. പുതിയ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് പുതിയ പുതിയ വാഹനങ്ങൾ ഇറക്കുവാനുള്ളത്, അത് ഷിപ്പാണെങ്കിലും വിമാനമാണെങ്കിലും കാറാണെങ്കിലും ബൈക്കാണെങ്കിലും, അതുപോലെ ഹൈടെക് സംബന്ധമായിട്ടുള്ള മെഷീനറി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള പ്രവർത്തന ബിടെക്കും എംടെക്കുമായി പഠിച്ചിട്ടിരിക്കുന്നുള്ളവർക്കെല്ലാം വളരെ സുഭിചിതപരമായിട്ട് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മെയിൻറ്റ് പ്രവർത്തിച്ചിട്ട് പുതിയ വിപണിയിൽ ഇറക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയമൊക്കെയാണ് ഇടവക്കൂറുകാരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയായിരിക്കും കമ്പനികൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ആളുകളെയായിരിക്കും വേണമെന്നുണ്ട്. അങ്ങനെയുള്ള ഇന്റർവ്യൂകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധി ആ സമയത്ത് പെട്ടെന്ന് പ്രവർത്തിക്കുന്ന പറയുന്നത്. ആ പെട്ടെന്ന് പ്രവർത്തിച്ച് നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ഓരോരോ വാക്കുകളും അവർക്ക് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതോടുകൂടി അവരുടെ കമ്പനിയിൽ ജോയിൻ്റായി പറയുന്ന ശമ്പളം അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ശമ്പളം എല്ലാം കേട്ട് അതിശയിപ്പിക്കേണ്ട ഒരു സമയമാണ് ഉള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ സന്താനങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ, ഒരു 50 വയസ്സൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവരുടെ പഠിത്തത്തിലും അവരുടെ വിവാഹ കാര്യത്തിലും വളരെ ആകുലപരമായി നിൽക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഇവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതേ നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, അവർക്ക് നല്ലപോലെ പഠനം പൂർത്തിയാക്കാനും പഠനത്തിൽ കഴിയാനും, വിദേശ പഠനമാണ് വിദേശ പഠനം, അതുപോലെ സിവിലാണെങ്കിൽ സിവില്, മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്ക്, അതുപോലെ സയൻസ് ആണെങ്കിൽ സയൻസ്, അതുപോലെ മെഡിക്കലാണെങ്കിൽ മെഡിക്കൽ, അങ്ങനെയുള്ള എല്ലാ അവർ എന്താഗ്രഹിക്കുന്നു ആ ഇതിൽ പോകാനുള്ള സാധ്യത അവർക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ ചില ആളുകൾ വയസ്സ് കുറച്ച് കഴിഞ്ഞ് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം വിവാഹ സാധ്യതകൾ സെറ്റായി വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ കൊണ്ട് നല്ലവിധ വരുമാന മാർഗങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾക്കെല്ലാം അപേക്ഷിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. വിദേശ ജോലി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വിദേശ ജോലി തരപ്പെടും. അത് യാതൊരു വ്യത്യാസമില്ല. അവിടെ പോയി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ അവർക്ക് അനുയോജ്യപരമായിട്ടുള്ള ലെവലിൽ ഇഴുകിച്ചേരും എന്നൊക്കെ പറയുന്നത്. ഭാഗ്യം പൊതുവെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം കിട്ടുവാനുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഭാഗ്യവശാൽ ധനം എന്ന് വെച്ച് പറഞ്ഞാൽ കുറികളോ ചുറ്റികളോ അപ്രത്യക്ഷമായി നമ്മളിപ്പോൾ ഒരു കുറി ചേരുകയാണ്, പെട്ടെന്ന് തന്നെ അത് നമ്മൾക്ക് വിളിച്ചെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ലക്ക് പ്രകാരം ഭാഗ്യം പ്രകാരം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് കിട്ടുവാനുള്ളത് അത് ലക്ഷക്കണക്കിൻ്റെ ആയിരിക്കാം. അങ്ങനെയുള്ള അതെല്ലാം കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോട്ടറി സംബന്ധമായിട്ടാണെങ്കിൽ ലോട്ടറി ഇപ്പോൾ വിപണിയിൽ മൺസൂർ ബേമ്പർ, അതുപോലെ തന്നെ വിഷു ബേമ്പർ എല്ലാം വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം ഇവർക്ക് അനുയോജ്യപരമായിട്ട് നല്ല സമയം, നല്ല ഉചിതപരമായിട്ട് സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യങ്ങളുണ്ട്. അത് വിൽപ്പനക്കാരായാലും എടുക്കുന്നവരാണെങ്കിലും അവർക്കും അതിനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കൂടുതൽ വിപണികൾ സൃഷ്ടിച്ചു വരുവാനും ഭാഗ്യധനങ്ങൾ ഒരുപാട് കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. കർമ്മസംബന്ധം, തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല നല്ല പുരോഗമന പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം വളരെതാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഗുണാനുഭവങ്ങളാണ്. നായകന്മാരാണെങ്കിൽ നല്ല പ്രശസ്തിയിലൂടെ വരും. ഉപനായകന്മാരാണെങ്കിൽ അവർക്ക് പറ്റിയ റോളുകളെല്ലാം കിട്ടും. പ്രൊഡ്യൂസർമാർക്കാണെങ്കിൽ അവർക്ക് നല്ല ലാഭവിഹിതം കിട്ടുന്ന ഒരു സമയപരമാണ്. അതുപോലെ പുതുമുഖങ്ങളെല്ലാം കയറി വരാൻ പറ്റുന്ന ഒരു സമയമാണ്. അവർ എഴുതി വച്ചിരിക്കുന്ന എന്ത് സംഗീത ഇതാണെങ്കിലും തിരക്കഥയാണെങ്കിലും ഗാനരചയിതാവണമെങ്കിലും അവർക്ക് എഴുതി വച്ചിരിക്കുന്നതെല്ലാം അവർക്ക് പ്രൊഡ്യൂസർക്കും സംവിധായകന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിലെല്ലാം വന്ന് ചേരുന്നുള്ളിൽ യാതൊരുവിധ സംശയമില്ല എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഉന്നത പദവിയിലെത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജാതകത്തിൽ കൂടി നല്ല സമയമായിരിക്കണം. ഇതെല്ലാം പൂർണ്ണമായിട്ട് അനുഭവിക്കണമെങ്കിൽ ജാതകത്തിൽ സമയം ദോഷമാണെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. പക്ഷെ അതിൽ നിന്നും കുറച്ച് മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന സർവാഭീഷ്ടകാമ ജ്യേഷ്ഠ സർവ്വ ഐശ്വര്യങ്ങളും സർവാഭരണ ഭൂഷണങ്ങളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ആഭരണം, രത്നം, അതുപോലെ വസ്ത്രം, വാഹനം, ആഡംബര വാഹനം, കലാമേന്മ, ബഹുമതികൾ, അവാർഡുകൾ എന്നിവയെല്ലാം ഇവരെ തേടി വരുവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൽ കാണുന്നുണ്ട്. നമസ്കാരം.